അവസാനം അർജുൻ ചോദിച്ചു, എന്താണ് ശ്രീതു നിനക്ക് പ്രശ്നം, നീ എന്താണ് എന്നോട് നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നത്? നമ്മുടെ പേരൻസ് വന്നു പോയതിന് ശേഷമാണ് നിന്റെ പേരൻറ്റ്, അത് നിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞോ? അപ്പം ആദ്യമൊക്കെ ഒന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രീതു പരിശ്രമിച്ചു. പക്ഷെ അവസാനം പിടികൊടുക്കേണ്ടതായിട്ട് വന്നു. ശ്രീതു പറഞ്ഞു, നിങ്ങൾ മനഃപൂർവ്വം ഒരു കോംബോ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണ പോലെ തോന്നി, അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഫേക്കായിട്ട് എല്ലാവരെയും തോന്നി എന്നൊക്കെ. അപ്പോൾ അർജുൻ, നീ ആരുടെ കാര്യം, ജാസ്മിൻ്റെ കാര്യമാണോ പറയുന്നത് എന്ന് ചോദിച്ചു. അതെ, നിങ്ങൾ രണ്ടുപേരും, അർജുനും ജാസ്മിനും കൂടി ഒരു കോംബോ, അതായത് ജാസ്മിൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഒരു കോംബോ ഉണ്ടാക്കാൻ ശ്രമിക്കണ പോലെ അർജുൻ നിന്ന് കൊടുക്കണ പോലെ തോന്നിയെന്ന് ശ്രീതുവിന്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, എൻ്റെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഒരു ടീമിലാണ്, പിന്നെ അവളാകെ ഒറ്റപ്പെട്ടിരിക്കുന്നു ഗബ്രി ഇല്ലാത്തതുകൊണ്ട്, അപ്പം നീ എന്നോട് മിണ്ടണില്ലാത്തതുകൊണ്ട് ഞാൻ അവൾക്കൊന്ന് കമ്പനി കൊടുത്തു എന്നുള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നിനക്ക് അമ്മ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും എന്നാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞ അതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്ക് ഇത് കണ്ടിട്ടാണ് ഇങ്ങനെ തോന്നി. അപ്പോൾ പോസസീവ്നെസ് ഉണ്ട് ശ്രീതുവിന്. അപ്പോൾ അർജുൻ ജാസ്മിനോട് മിണ്ടുന്നതിലൊക്കെ വിഷമം ഉണ്ട്. അപ്പോൾ അതൊക്കെ മറച്ചു പിടിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം മറ്റേ റസ്മിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഉള്ളവരൊക്കെ ഫേക്കാണെന്ന്. ഇപ്പോഴല്ലേ ഇവിടെ കിട്ടിയത്, ജാസ്മിനും അർജുനും തമ്മിൽ എന്തെങ്കിലും കോംബോ ഉണ്ടാകുമോ എന്നൊക്കെ ഓർത്തിട്ടാണ് ആൾ പേടിച്ചത്. അപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ ഒട്ടും പേടിക്കണ്ട, ഇവന് വീണ്ടും രാത്രി സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നടക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.